ജപമാല പ്രാർത്ഥനയിൽ ആവർത്തന വിരസതയോ എന്നുള്ളതിനെക്കുറിച്ച് പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് നൽകിയ സന്ദേശം നമുക്ക് ശ്രവിക്കാം. ജപമാല പ്രാർത്ഥനയിൽ വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആവർത്തനം മൂലം പിതാവിൻ്റെ പൂർണ്ണ മഹിമയ്ക്കായി നിങ്ങൾ രൂപവൽക്കരിക്കപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പൂർണ്ണ മഹിമയ്ക്കായി കത്തുന്ന ദീപങ്ങളായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അമ്മ പറയുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് നാം ചൊല്ലുമ്പോൾ അത് ലജ്ജിക്കാതെ ഈ കുരിശടയാളം നമ്മുടെ മേൽ തന്നെ വരച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുമ്പോൾ ഏറ്റവും പരമ പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത്, ആരാധന ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് അമ്മ നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്നുള്ള ആ പ്രാർത്ഥനയെക്കുറിച്ച് അത് ആവർത്തന വിരസതയാണോ എന്ന് അമ്മ പറയുകയാണ്. തിരുവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അമ്മ പറയുകയാണ്, അത് വചനമാണ്. തിരുവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ അമ്മയോടൊപ്പം 3 കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. സാത്താനെതിരെ പ്രവർത്തിക്കുവാൻ, സ്വർഗീയ സന്തോഷം കണ്ടെത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തിന് ധൈര്യം ലഭിക്കുന്നു. ഒരു ആത്മീയ ധൈര്യം നമുക്ക് ലഭിക്കുകയാണ് ജപമാല ചെല്ലുമ്പോൾ. അവസാനമായിട്ട് അമ്മ തൻ്റെ പേര് വെളിപ്പെടുത്തുകയാണ്. എന്ത്? സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ. വെളിപാട് പുസ്തകം 12-ാമത്തിൽ പറയുന്ന ആ പേര് തൻ്റെ പേരാണ് നമ്മ ഉറപ്പിക്കുകയാണ്. മക്കളെ, സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീയാകുന്ന എൻ്റെ നേതൃത്വത്തിൽ സാത്താനെതിരെ മഹാസമരം നടത്തുവാൻ ജപമാല എന്ന ആയുധം ഉപയോഗിക്കാൻ എല്ലാ മക്കളെയും ഞാൻ ഉദ്ബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.